ഹലോ. സോ ഗൈസ്, നമ്മൾ ഇഫ്താറിന് പോവാണ്. പോയിട്ട് വരാം. ഞങ്ങൾക്ക് ഇന്ന് നോമ്പ് തുറയാണ് കോളേജിൽ. അപ്പോൾ നമുക്ക് നോമ്പ് തുറ വിശേഷങ്ങൾ, തീറ്റ മത്സരമൊക്കെ കാണാം. ഓക്കെ. കല്യാണത്തിന് പോവാണ്. ഞാൻ കല്യാണത്തിന് സാറ് ഇരിക്കുന്നുണ്ട്. എന്താ നിങ്ങളെ പരിപാടി? എന്താണ്? ദീപ്തി ഒന്നും പറഞ്ഞില്ല. ദീപ്തി ചോദിക്കാൻ പറഞ്ഞു മതിയായതാ. മോഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചട്ടിപ്പത്തല എങ്ങനെ മുറിക്കാം? വേസ്റ്റ് ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡെക്കോറായത്. ഹലോ, പറയുന്നില്ല. ഞാൻ കണ്ടു. പക്ഷേ ഓരോ പൊടിയും പൊടിയൊക്കെ എടുത്ത് കഴിക്കുന്നത്. എന്തായാലും എല്ലാം റെഡിയാക്കിയോ? ഒന്നെന്തിനാ? ഞാൻ എൻ്റെ കമ്മിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ കമ്മിറ്റിയാണ്. അപ്പോൾ നമ്മൾ പണി തുടങ്ങിയിട്ടില്ല. ഓക്കെ. ഞാൻ ഡെക്കറേഷൻ കമ്മിറ്റി. അതാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, അടിപൊളിയായിട്ട്. പിന്നെ അവിടെ ഫുഡ് ഫുള്ള് തിന്ന് തീർക്കാൻ തുടങ്ങിട്ടാ. എനിക്ക് വെള്ളം കൊണ്ടുത്തരും. നിങ്ങൾ നേരത്തെ വന്ന് ഇത് ഞാൻ കുറച്ച് ഓവറാന്ന് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് ഞങ്ങൾ ഓവറാണെന്ന്? അല്ല അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞാൻ ഓവറാന്ന്? ഇല്ല. പറയാണ്ട് ചെയർമാൻ, എങ്ങനെ പോകുന്നു നമ്മുടെ പരിപാടിയൊക്കെ? ഓക്കെ ഓക്കെ. ഇവിടെ വന്നാൽ നമുക്ക് പലതും കാണാൻ പറ്റും. നോമ്പ് പറയാം, കള്ളക്കിഴാഴ്ച നോമ്പ് പറയാം. എനിക്ക് നോമ്പില്ല. എന്താണ് നോമ്പ് പറയാം? പരിപാടിക്ക് ആരോ പറഞ്ഞത് ഭയങ്കര ഭംഗിയുണ്ട് അല്ലേ? അതുകൊണ്ടായിരിക്കും തന്നെ കൊച്ചു നീ കേട്ടിട്ട് വേണ്ട, അത് വൈറലായി പോയി. ഞാനിടും. ഞാൻ പിന്നെ എന്തിനോട്. നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട്. എന്നാ ചെയ്യുന്നതിന് എല്ലാരും വീശിക്കൊണ്ടിരിക്കുകയാണ്. 6:40 ബാങ്ക് കൊടുത്തിട്ട് തിന്നാൻ വേണ്ടിട്ട്. അതിന് വേണ്ടിട്ട് എല്ലാം ഇവിടെ ഇങ്ങനെ ഒരുക്കി വെയിറ്റിംഗ് ആയിട്ട് വെക്കുകയാണ്. ഇവിടെ മന്തിന്റെ പീസിന് വേണ്ടി അടിയാണ്. ആ കൊച്ചാണ് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ വലിയ പീസ് തന്നെ വേണമെന്നുള്ള അടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ആയിഷ എന്ത് ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങളെ കാണാം ഗായ്സ്. എന്തേലും പറയാണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടല്ലോ. നോമ്പെടുത്തോ? എടുത്തിന് നോമ്പെടുക്കാത്ത ആൾക്കാർ ഞാളല്ലേ. നോമ്പെടുക്കാണ് നോമ്പ് തുറക്കുന്ന ആൾക്കാർ. എന്താ പറയാനുള്ള വെയിറ്റിംഗ് ആണ് ഭയങ്കര. അത് പക്ഷെ എന്തൊരു ക്ഷമ ഉണ്ടോ? ആടെ തിന്ന് നിർത്ത്. നന്ദനയാണിത്.
ചട്ടിപ്പത്തലുണ്ട്, മന്തി ഉണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. നമ്മള് അത് മാത്രം പറയണ്ട ഇവിടെ. ഇഫ്താറിനെ കുറിച്ച് എന്താണ് 2 വാക്ക്? ഇവിടെ ബെല്ലിയാക്കിയിട്ടുണ്ട് ഗായ്സ്. പക്ഷെ എനിക്ക് തിന്നാൻ പറ്റുമായിരുന്നു, പക്ഷേ അതിന് കുറച്ചൊക്കെ ബ്രേക്ക് എടുത്തിട്ട് തിന്നാന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡൊക്കെ കഴിഞ്ഞു. പാർസലാക്കി കൂടായിരുന്നു. പാർസലാക്കുന്ന വെച്ചാൽ ഇവിടെ നോമ്പെടുത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതൊന്നല്ല. എൻ്റെ വീട്ടിൽ വ്രതമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പോവാണ് ഗായ്സ്.